അനുഗ്രഹീതമായ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ അവസരം അനുമതി ഒക്കെ തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ആരാധനയും കർത്താവിന് ആദരവോടെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ അർപ്പണം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്ററോടുള്ള വന്ദനം അറിയിക്കുകയാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ സന്ധ്യയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വചന പഠനം, ഈ ധ്യാനം നിങ്ങൾക്ക് പ്രയോജനമാകുന്നു, ആത്മീയ വർധനവിന് കാരണമാകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നിരന്തരം മുടക്കമില്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്ലാസ്സിന് മുൻപ് അനുഗ്രഹീതമായ പ്രത്യാശയുടെ ഗാനം പാടി നമ്മെ ആർജവത്വത്തിലേക്ക് നയിക്കുന്ന പ്രിയാന്റെയും ടീമിനെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ആത്മീയ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് ഓരോ ദിനങ്ങളിലും നൽകിത്തരട്ടെ. കൃപയുടെ കവചത്തിൽ ദൈവം നമ്മെ പുലർത്തട്ടെ. കൊറോണയുടെ വ്യാപനം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ വീണ്ടും ലോക്ക്ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ അറിയുന്നുണ്ടാകാം. കേരളത്തിൽ കോവിഡിന്റെ ഒരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെ അടുത്ത 6-ാം തീയതി നടക്കാൻ പോകുന്ന ഇലക്ഷൻ, അതിൻ്റെ ചൂടും അതിൻ്റെതായ ചൂരും കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുന്നു. ശക്തമായ പാർട്ടി പ്രവർത്തനങ്ങൾ എതിർപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒക്കെ വല്ലാതെ അപഹസിച്ചുകൊണ്ട് തങ്ങളുടെ വീരസാഹസികമായ ആശയങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും മുഖ്യധാരയിൽ തന്നെ ജനവിധി തേടാൻ വേണ്ടി നിൽക്കുന്നു. പ്രാർത്ഥിക്കാം, ദൈവഹിതപ്രകാരമുള്ളൊരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ടതിന്. ഭാരതത്തിലെ സുവിശേഷീകരണ സാധ്യതകൾ എല്ലാ നിലയിലും മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മതേതരത്വ രാജ്യമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും ഇതിനകത്ത് അവനവന്റെ വിശ്വാസ സംഹിതയിൽ മുൻപോട്ട് പോകാൻ കഴിയാത്ത നിഗൂഢമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സാത്താൻ പ്രബലമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നിങ്ങൾ അവിടെ ഇരുന്നും ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൽ സുതാര്യമായ ശുശ്രൂഷ എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് വരെയും നമ്മൾ ചിന്തിപ്പാനിടയായത്. അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്തിട്ടുള്ള ശുശ്രൂഷ വളരെ സുതാര്യമായിരുന്നു. ശുശ്രൂഷയുടെ ലഭ്യത കർത്താവിൽ നിന്നാണ്. ശുശ്രൂഷയുടെ നിർവഹണം അധൈര്യപ്പെടാതെയുള്ള നിർവഹണമാണ്. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ പഴയതെല്ലാം ഉപേക്ഷിച്ച് കർത്താവ് നൽകിയ പുതിയ സന്ദേശം ജനത്തിന് കൊടുക്കുന്നു. അതവർക്ക് വിടുതലായി മാറുന്നു. മാത്രമല്ല, ഉപായം പ്രയോഗിക്കാതെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ കണ്ടു. അതിൻ്റെ കുറേയേറെ ചിന്തകൾ നമ്മൾ 1, 2, 3, 4 എന്ന് പഠിക്കുകയുണ്ടായി. വചനത്തിൽ കൂട്ടുചേർക്കാതെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർക്കും ദൈവത്തിനും മുൻപാകെ നല്ല മനസ്സാക്ഷിയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ നിർവഹണം. ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ആർക്കും മറച്ചു വെക്കുന്നില്ല. ആർക്കെങ്കിലും അത് മറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവർ നശിക്കേണ്ടതിന് വേണ്ടിയുള്ളവരാണ് എന്ന് പോലും സമർത്ഥിക്കുന്ന വാക്യവും നമ്മൾ കാണുകയുണ്ടായി. ശുശ്രൂഷയിലെ സന്ദേശം പ്രധാനമായും തേജസ്സിന്റെ സുവിശേഷമാണ്. യേശു തന്നെ കർത്താവ് എന്ന് വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും എത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് പ്രസംഗിക്കുക, അതാണ് ഇവരെ ശുശ്രൂഷക വൃന്ദങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്തായ ദൗത്യം. അവിടെ വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അടുത്തത് ശുശ്രൂഷയുടെ പ്രചോദനം എന്നൊരു ഹെഡിങ് എഴുതി. സുതാര്യമായ ശുശ്രൂഷയിൽ ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ശുശ്രൂഷയിലെ പ്രചോദനമാണ്. ശുശ്രൂഷയുടെ നിർവഹണത്തിന് നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രചോദനമുണ്ട്. ആ പ്രചോദനം ഏതാണ്? നമ്മുടെ സാമ്പത്തിക നിലവാരമോ, നമ്മൾ ജനിച്ച തറവാടിന്റെ മഹത്വമോ, നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ പേരും പെരുമയോ അതൊന്നുമല്ല ശുശ്രൂഷയുടെ പ്രചോദനം എന്ന് പറയുന്നത്. ശുശ്രൂഷയിൽ നമ്മൾ മുൻപോട്ട് കുതിക്കേണ്ടതിന് നമുക്ക് ഇന്ധനമാകുന്ന ഒരു ഘടകമുണ്ട്.
നമ്മൾ പഠിച്ച സെമിനാരിയുടെ വലിപ്പമല്ല. ഏത് സെമിനാരിയിലാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പം അഭിമാനത്തോടെ ഓരോരുത്തർക്ക് പറയാൻ ഓരോരോ സെമിനാരികൾ. കേരളത്തിൽ നിന്ന് ഒരാൾ വിദേശത്ത് പോയി പഠിച്ചാൽ വിദേശത്തെ സെമിനാരിയിൽ സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ UK ഒക്കെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക അഭിമാനം. പക്ഷെ ശുശ്രൂഷയുടെ വിജയകരമായ പ്രചോദനം എന്ന് പറയുന്നത്, ശുശ്രൂഷയുടെ ഫലപ്രദമായ മുന്നേറ്റം എന്ന് പറയുന്നത് പഠിച്ച സെമിനാരിയുടെയോ പഠിപ്പിച്ച അധ്യാപകർ, പ്രഗത്ഭരായ അധ്യാപകരുടെയോ സവിശേഷത എന്നതിനേക്കാളെല്ലാം അപ്പുറം സുതാര്യമായ ശുശ്രൂഷയുടെ നിർവഹണത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന പൗലോസ് ഈ ശുശ്രൂഷയുടെ പ്രചോദനത്തെക്കുറിച്ച് താൻ പറയുന്നത് 7-ാമത് വാക്യമാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത് വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഓക്കെ, അപ്പൊ 7-ാമത് വാക്യം വേറിട്ട് നിൽക്കുന്ന ഒരു വാക്യമാണ്. കർത്താവേൽപ്പിച്ച മഹത്തായിരിക്കുന്ന ശുശ്രൂഷയുടെ നിർവഹണത്തിനായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഡോളറോ യൂറോയോ പൗണ്ടോ ഒന്നുമല്ല, ഇന്ത്യൻ റുപ്പീസ് അല്ല, ദിർഹമോ റിയാലോ ദറംസോ അല്ല. പിന്നെന്താണ്? ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രചോദനം, മാറാത്ത പ്രചോദനം, പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ പ്രേരിതമാക്കപ്പെടുന്ന ഇന്ധനം എന്ന് പറയുന്നത് സുവിശേഷ വിരോധികൾ സജ്ജമാക്കുന്ന കുതന്ത്രങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൗത്യത്തെ പരിഗണിച്ച് മുൻപോട്ട് പോകാൻ. ഓക്കെ, അപ്പൊ ശത്രു ഒരുക്കിയിരിക്കുന്ന സകല പ്രതിസന്ധികളെയും അവഗണിക്കുക, ദൗത്യത്തിന് പരിഗണന കൊടുക്കുക. ഈ ശുശ്രൂഷ നിർവഹിക്കാതിരിക്കുന്നതിന്റെ പ്രധാന ഒരു കാര്യം ശത്രുവിന്റെ തന്ത്രങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് അവഗണന കൊടുക്കുക എന്നുണ്ട്. പക്ഷെ അത്യന്ത ശക്തിയുടെ വ്യാപാരമകത്തുള്ള വ്യക്തി ശുശ്രൂഷയ്ക്ക് പരിഗണന കൊടുത്തുകൊണ്ട്, ദൗത്യ നിർവഹണത്തിന് പരിഗണന കൊടുത്തുകൊണ്ട് എതിരെയുള്ള മതിൽക്കെട്ടുകളെ അവഗണിക്കുന്നു എന്നുള്ളത്. ദൈവം അവകാശമായി കൊടുത്ത ഭൂമികയാണ് ഈ കനാൻ ദേശം എന്നുള്ളത്. പക്ഷെ അവിടെ 31 രാജാക്കന്മാർ ഏറിയ കാലങ്ങളായി, ഏറ്റവും കുറഞ്ഞ 430 വർഷമായി അവരത് കുടികിടപ്പ് അവകാശമായിട്ട് അവരവിടെ വെച്ച് അനുഭവിക്കുകയാണ്. അതിന്റെ ഫലമൂലാദികൾ, അതിന്റെ താഴ്വര, അതിന്റെ ഫലസമൃദ്ധി, അതിന്റെ സമതലങ്ങൾ, അതിന്റെ മലമടക്കുകൾ എല്ലാം തന്നെ അവർ കൈയാളുകയും അവരവകാശം പറയുകയും ചെയ്യും. അപ്പോഴാണ് ഇത് തങ്ങൾക്ക് വേണ്ടി ദൈവം തന്നതാണെന്ന ബോധ്യം ഇസ്രായേലിനുണ്ടാകുന്നതും അവര് യോർദാൻ കടന്ന് അവിടേക്ക് സ്തോത്രം പറഞ്ഞ് കയറുന്നത്. അപ്പൊ പിന്നെ അവിടെ കനത്ത മതിൽക്കെട്ടുകളുണ്ട്, കോട്ടകളുണ്ട്. എരിഹോ മതിൽ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിന്റെ നിർമ്മാണ പ്രക്രിയ. അതുകൊണ്ട് ഈ മതിൽക്കെട്ടുകളെ കണ്ടുകൊണ്ട് തങ്ങളുടെ അവകാശത്തെ അവഗണിക്കാതെ ഈ മതിൽക്കെട്ടിന്റെ ഭയാനകതയും അതിന്റെ കാഠിന്യവും അവഗണിച്ചുകൊണ്ട് തന്നെ അവകാശത്തെ പരിഗണിക്കാൻ തയ്യാറായതുകൊണ്ടാണ് യോശുവയ്ക്കും കൂട്ടരും കനാനിൽ വിജയിക്കാൻ കഴിഞ്ഞത്. 31 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ കനാൻ 31 നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ 31 രാജാക്കന്മാരുടെയും അവരുടെ അധീശത്വങ്ങളെയും അവരുടെ ആധിപത്യ വ്യവസ്ഥിതികളെയും പിഴുതെറിഞ്ഞുകൊണ്ടാണ് യോശുവ ഈ യോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 9.5 ഗോത്രങ്ങളെയും യോർദാന്റെ കിഴക്ക് ഭാഗത്ത് 2.5 ഗോത്രങ്ങളെയും പരാതികളും പരിദേവനങ്ങളും ഇല്ലാതെ കൃത്യമായി എലികതിരിച്ച് അവരെ അവിടെ സ്ഥാപിക്കാനിടയായി. രൂബേൻ മുതൽ ബെന്യാമിൻ വരെയുള്ളതായിരിക്കുന്ന ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തെ ഒഴിവാക്കി ബാക്കി 11 ഗോത്രങ്ങൾക്കും, അതിൽ മനശ്ശെ 2ആയി തിരിഞ്ഞു. പാതി ഗോത്രം യോർദാൻ ഇക്കര കടന്നു, പാതി ഗോത്രം അക്കര കടന്നു. ഇവരെ കൃത്യമായി ആർക്കും ഒരു പരാതിയും പറയാനാവാത്ത വിധം അങ്ങനെ അവകാശമായി ആ ദേശം വിഭജിച്ചു കൊടുക്കുവാൻ യോശുവയ്ക്ക് പ്രേരകമായത് യോശുവ ഉള്ളിൽ പ്രാപിച്ച ആത്മശക്തി അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമല്ല. യോശുവയെ കുറിച്ച് പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, എന്റെ ആത്മാവുള്ള യോശുവ. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ ആത്മാവുള്ള യോശുവ. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ആത്മാവ് അകത്ത് കിട്ടിയ യോശുവ ഇത് കൃത്യമായി ചെയ്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ യെരിഹോ മതിലിനെ അവഗണിച്ചു. 31 നാട്ടുരാജാക്കന്മാരെയും അവരുടെ യുദ്ധ സംവിധാനത്തെയും അവഗണിച്ചു. പരിഗണിച്ച ഒറ്റ കാര്യം, ഇത് ഞങ്ങളുടെ അവകാശ ഭൂമിയാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ആ ശുശ്രൂഷ ലഭിക്കപ്പെട്ട ശുശ്രൂഷകൻ സുവിശേഷ വിരോധികളെ അവഗണിക്കുക, അവരുടെ പ്രതിസന്ധികളെ അവഗണിക്കുക, അവർ മുൻപോട്ട് വയ്ക്കുന്ന ശൂലമോ കുന്തമോ എന്തായിരുന്നാൽ, അവരുടെ അവകാശവാദങ്ങൾ എന്തായിരുന്നാൽ, ഈ രാജ്യം ഞങ്ങളുടേതാണ്, ഈ മണ്ണ് ഞങ്ങളുടേതാണ്, ഇവിടുത്തെ വ്യവസ്ഥിതി ഞങ്ങളുടേതാണ്, ഇവിടെ വേറൊന്നും പാടില്ലെന്ന് പറഞ്ഞ് അവരട്ടഹസിക്കുമ്പോൾ അട്ടഹാസത്തെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യത്തെ
അങ്ങോട്ട് പരിഗണിച്ച് മുന്നേറാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ആത്മശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ ശക്തമായ മുന്നേറ്റമാണ്. അവരെ പിടിച്ചു കെട്ടുവാൻ, തടവിലാക്കുവാൻ, കാലാമത്തിലിടുവാൻ, കൈ ചങ്ങലക്കിടുവാനൊക്കെ ശ്രമിച്ച യഹൂദമത മേലധ്യക്ഷന്മാരുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1, 2, 3, 4 അധ്യായങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവിടെങ്ങും റോമ സാമ്രാജ്യം സഭയ്ക്കെതിരായി വരുന്നതേയില്ല. അവിടെയൊക്കെ വരുന്നത് മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ആലയത്തിലെ പടനായകന്മാരും പിന്നീട് സദൂക്യപക്ഷവും ശാസ്ത്രിപക്ഷവും പരീശപക്ഷവും ഒക്കെയാണ്. ന്യായപ്രമാണത്തിന്റെ കാവലാളുകളായി നിൽക്കുന്നവർ തന്നെയാണ് ആത്മശക്തി പ്രാപിച്ച ശുശ്രൂഷകന്മാർക്കെതിരെ പ്രതിരോധമായി നിൽക്കുന്നത്. ന്യായപ്രമാണത്തിൽ അവർ ചികഞ്ഞാൽ കിട്ടുന്നതാണ് മിശിഹ അഥവാ വരാനിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിന്റെ വരാനിരിക്കുന്ന മിശിഹായി. പക്ഷെ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യമാകാതിരിക്കുമ്പോൾ തന്നെ അത് ബോധ്യമായവർ കവലകളിൽ നിന്നുകൊണ്ട്, ഇടവഴിയിൽ നിന്നുകൊണ്ട്, പട്ടണപ്രാന്തങ്ങളിൽ നിന്നുകൊണ്ട്, ആലയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവരെ പിടിച്ചു കെട്ടി അടിച്ച് തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പോരാട്ടം. പക്ഷേ ആത്മശക്തി അകത്തു പ്രാപിച്ചവർ ആ പോരാട്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുടെ ദൗത്യത്തെ അവർ നിർവഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 29-ാമത് വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4:29 ഗംഭീരമാണ്. അവിടെ പത്രോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഏറ്റവും അധികം ശക്തീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലെ പ്രാർത്ഥന. അത് ദൈവമക്കൾ മറന്നു പോകരുത്. വേഗം എന്നോടൊപ്പം ഒന്ന് മറിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 23 മുതൽ 31 വരെയുള്ള വേദഭാഗം വിടുതലിന് അനന്തരമായ ദൈവപ്രവൃത്തിയും പ്രാർത്ഥനയുമാണ്. അപ്പോസ്തലന്മാരെ യോഹന്നാനെയും പത്രോസിനെയും പിടിച്ചുകൊണ്ട് പോയ ശേഷം അവരെ സന്നദ്ധി സംഘം വിസ്തരിച്ചിട്ട് അവരെ പിന്നെ വിട്ടയക്കുന്നു. വിട്ടയച്ച ശേഷം എന്ന് പറഞ്ഞാണ് 23 തുടങ്ങുന്നത്. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്നു. പിന്നീട് പ്രാർത്ഥനയാണ് നടക്കുന്നത്. ആ 31-ാമത് വാക്യം ദൈവദാസന്മാർ നോക്കണം. 31-ാം വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, അതിനിടയിൽ വര കൊടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, പഠിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് 31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നൊരു ചോദ്യം ചോദിക്കണം. എന്നിട്ട് 23 മുതൽ താഴേക്കുള്ള ചിന്തകളെ അപഗ്രഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ്? 24-ാമത് വാക്യം നോക്കിക്കേ. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ന ആ പ്രയോഗത്തോട് ചോദിക്കണം എങ്ങനെ. അപ്പോൾ ഉത്തരം തരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ. അടുത്തത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ എന്ന് വിളിച്ച പ്രാർത്ഥിച്ച്. അപ്പൊ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? ദൈവപരിജ്ഞാനത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ. ദൈവം ആരാണെന്നുള്ള പരിജ്ഞാനത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? സാധാ മൂർത്തിയോടോ സങ്കല്പ ശക്തിയോടോ ആവാഹന ശക്തിയോടോ അല്ല. പിന്നെ ആത്മശക്തി അകത്തുള്ളവന് കിട്ടിയ ദർശനം ഞങ്ങൾ പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയ നാഥനോടാണ്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവപരിജ്ഞാനത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ. വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ? 25, 26 വാക്യങ്ങളിൽ പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന വചനത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് മുഖാന്തരം ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ വചനം അതെന്താണ്? പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തോട് ഓർമ്മപ്പെടുത്തുക, ദൈവത്തോട് പ്രഖ്യാപിക്കുക, ദൈവത്തോട് ക്ലെയിം ചെയ്യുക. ദാവീദ് മുഖാന്തരം എഴുതി വച്ചിരിക്കുന്ന വചനം ഇങ്ങനെ നിറവേറിയത്. ഞാൻ ദൈവമക്കളോട് നിങ്ങളുടെ ഈ രാത്രി യോഗത്തിൽ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ കുത്തിയിരുന്ന് കുറെ സ്വോത്രം മാത്രം പറഞ്ഞാൽ പോരാ. നമ്മളെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം. കർത്താവേ, അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അടിയനെ അനുഗ്രഹിക്കണം, അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കണം. 2 ശമൂവേൽ 7-ാം അധ്യായം സമയമുള്ളപ്പോൾ വായിച്ചു നോക്കണം. 2 ശമൂവേൽ 7. അടിയൻ 7-ന്റെ അവസാന വാക്യം 29, 28, 29 വാക്യം വായിച്ചു നോക്കണം. അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ദയതോന്നി അനുഗ്രഹിക്കുമാറാകണമേ. എന്നിട്ട് അടുത്ത പ്രയോഗം, അവിടുന്ന് അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കണ്ടോ? എന്നെ അനുഗ്രഹിക്കാമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്ത വചനത്തെ എടുത്തങ്ങോട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഓക്കെ. അപ്പം അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. താഴോട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നുള്ളതിന് അക്കമിട്ട് ഉത്തരങ്ങൾ എഴുതുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ. ഞാന് പറയാൻ വരുന്നൊരു കാര്യം അതിന്റെ 29-ാമത് വാക്യമാണ്. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ.
നമ്മൾ ചിന്തിച്ചു വന്ന ഇതാണ്. പ്രതിസന്ധികളെ അവഗണിക്കണം, ദൗത്യത്തെ പരിഗണിക്കണം. ആ വാചകം മറക്കരുത്. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികളെ അവഗണിക്കണം, എന്നിട്ട് നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിന് പരിഗണന കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ദൗത്യങ്ങൾക്ക് തന്നെ ആകണം. നമ്മൾ തടസ്സങ്ങളെയാ, അയ്യോ കൊടിയ മഞ്ഞ, കൊടിയ വേനല, വണ്ടിയില്ല, ഡ്രൈവറില്ല, പിന്നെ പെട്രോൾ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായി ക്ഷീണമാ, അസ്വസ്ഥതയാ, പ്രയാസമാ, മൂക്കൊലിപ്പ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ന്യായം. നമ്മുടെ സകലവിധ തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് ദൗത്യങ്ങൾക്ക് പരിഗണന കൊടുക്കണം. നമ്മളെ ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യങ്ങൾക്ക് നമ്മൾ പരിഗണന കൊടുക്കണം. അതാണ് 29ാമത് വാക്യം പറയുന്നു, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് നോക്കണേ. ആ ഭീഷണികളെ ഞങ്ങൾ നോക്കിയാൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ മഹാപുരോഹിതന്മാരും പിന്നെ പടനായകന്മാരും അവരും ഇവരും എല്ലാം കൂടെ ചേർന്നാണ് ഞങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ ഉയർത്തുന്നത്. അപ്പൊ അത് ഞങ്ങൾ നോക്കി നിന്നാൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള ഭീഷണികളെ അവിടുന്ന് നോക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷയുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകാം. അതാ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, ആത്മശക്തിയുടെ വല്ലഭത്വം അകത്ത് കിട്ടിയവൻ പരിഗണിക്കുന്നത് ശത്രുവിന്റെ പ്രതിസന്ധികളെയല്ല, ഈ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെയാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ മഹത്വം എന്ന് പറയുന്നത്. ഈ 4ാമത് വാക്യത്തിലേക്ക് 4ന്റെ 7ാം വാക്യം, എങ്കിലും 2 Corinthians 4:7, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. അത്യന്ത ശക്തി, ഈ ഡുനാമിക് പവർ, ഈ അത്യന്ത ശക്തി, വിസ്ഫോടനാത്മകമായ ശക്തി, അതാണ് തന്നെ മലയാളം, വിസ്ഫോടനാത്മകം. 2 പ്രത്യേകതകളുണ്ട് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക്. മനസ്സിലായോ? ഒന്ന്, അത് വിസ്ഫോടനാത്മകമാണ്. 2, അധികാര തീവ്രതയുള്ളതുമാണ്. ഈ 2 പ്രാധാന്യതയുള്ള ശക്തിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ഒന്ന് വിസ്ഫോടനാത്മകം, തകർക്കാൻ കഴിയുന്നത്, ഇളക്കാൻ കഴിയുന്നത്, കീഴ്മേൽ മറിക്കാൻ കഴിയുന്നത്, ചങ്ങലകളെ അഴിച്ചു വീഴ്ത്താൻ കഴിയുന്നത്, വാതിലുകളെ തുറക്കാൻ കഴിയുന്നു, അടിസ്ഥാനങ്ങളെ ഇളക്കാൻ കഴിയുന്നു. അതാണ് വിസ്ഫോടനാത്മകം എന്ന് പറയുന്നത്. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ നമ്മൾ കാണുന്നത് വിസ്ഫോടനമാണ്, ശക്തമായ സ്ഫോടനമാണ്. അത് തീവ്രവാദികൾ ബോംബ് വെച്ചിട്ടൊന്നുമല്ല. ഇവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതും ജയിൽ ആക്രമിച്ചതും തടവുകാരെ പിടിച്ചുകൊണ്ടു പോകേണ്ടതിനു വേണ്ടി പ്രതിസന്ധി ഉണ്ടാക്കിയതൊക്കെ സ്ഫോടനം ചെയ്താണ്. ഭയങ്കരമായിരിക്കുന്ന തീവ്രവാദികളുടെ സ്ഫോടനത്തിന്റെ കാര്യപരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല ഇവിടെ. പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ അവരിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ ആ ശക്തിയിൽ ഉണ്ടായിരുന്ന വിസ്ഫോടനാത്മകമായ ഒരനുഭവമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇവിടെ നമ്മൾ വായിച്ചല്ലേ, മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അതാണ് വിസ്ഫോടനാത്മകം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെ പിടിച്ച് കുലുക്കാൻ കഴിയുന്ന, അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലതിനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന, കാലപ്പഴക്കമുള്ള ചില ആധിപത്യ വ്യവസ്ഥിതികൾ അലറിക്കൊണ്ട് ഓടാൻ കഴിയുന്ന ആ ഒരവസ്ഥ, അതാണ് വിസ്ഫോടനാത്മകം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ കുലുങ്ങുന്നതും ഒഴിയുന്നതും ഇളകുന്നതും തകരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. അതൊക്കെ ബലഹീനരായ, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ അപ്പോസ്തലന്മാര് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ മഹത്തായ സംഭവങ്ങളാണ്. ഇത് തന്നെ ആവർത്തിക്കണം ചരിത്രത്തിൽ. പെന്തക്കോസ്തന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ്. മാറ്റമറിച്ചിലുകൾ വരാൻ പാടില്ല. അപ്പൊ ഈ അത്യന്ത ശക്തിയിൽ 2 കാര്യം. ഒന്ന് വിസ്ഫോടനാത്മകം, നമ്മൾ പ്രാപിച്ച ഈ ശക്തിയിൽ. 2 പറയുന്നത് എന്താണ്? അധികാര തീവ്രതയാണ്. ഈ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അധികാരമുണ്ട്. ആ അധികാരത്തെ നമ്മൾ കൈയാളണം. അധികാരമുള്ള ഒരു വ്യക്തി അധികാരം പ്രയോഗിക്കുന്നില്ലെങ്കിൽ അധികാരം കിട്ടിയത് കൊണ്ട് എന്താ ഗുണം? അധികാരമുള്ളവനെ ജനം തിരിച്ചറിയും, അധികാരമുള്ളവനെ ജനം ഭയപ്പെടും. അധികാര തീവ്രത നമ്മിലേക്ക് വ്യാപരിച്ചിട്ടുണ്ട്. ഈ ശക്തി നമ്മിൽ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തേത്, അതിനകത്ത് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് വിസ്ഫോടനാത്മകമായ ഒരു ശേഷിയാണ്. 2, അധികാര തീവ്രതയാണ്. അധികാര തീവ്രതയാണ് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സെലൂക്കയിലെ ഗവർണർ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ആളുടെ നേരെ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്യാൻ വരുന്ന ഒരു മന്ത്രവാദിയുണ്ട്. അവന്റെ പേര് എലിമാസ് എന്നാണ്. എലിമാസ്. സെർഗ്യോസ് പൗലോസ് ദേശാധിപതിയാണ്, എന്ന് പറഞ്ഞാൽ ഗവർണറാണ്, ആ നാടിന്റെ ഗവർണറാണ് അദ്ദേഹം. പൗലോസിന്റെ ആത്മിത്വത്തിൽ ആകൃഷ്ടനായ അദ്ദേഹത്തിന്റെ കോൺഫറൻസ് ഹാളിലേക്ക് പൗലോസിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ്. ആത്മശക്തിയോടെ അവിടെ നിന്ന് പ്രസംഗിക്കാൻ ഒരുമ്പെടുന്ന പൗലോസിന്റെ പ്രസംഗം കേട്ട് അദ്ദേഹം മാനസാന്തരപ്പെടുമെന്ന്
പ്രൈവറ്റ് സെക്രട്ടറിയായ ഈ എലിമാസ് എന്ന വിദ്വാന് തോന്നിയപ്പോൾ അദ്ദേഹം പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ മന്ത്രവാദി പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ, അതായത് ഗവർണർ വിശ്വാസത്തെ തടയുന്ന സാത്താന്യ പരിപാടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പ്രാപിച്ച ദൈവശക്തിക്കകത്തുള്ളതായിരിക്കുന്ന ഈ അധികാര തീവ്രത പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പൗലോസ് ആത്മപൂർണനായി നിന്നുകൊണ്ട് മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ നീതിപ്രവൃത്തികളെ മറിച്ചു കളയുന്നത് മതിയാക്കയില്ലയോ നീ? ആ വാക്കുകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു പ്രകമ്പനമില്ലേ? ആ വാക്കുകളുടെ പ്രയോഗത്തിലുള്ള ഒരു അധികാര തീവ്രതയില്ലേ? എന്താ സംഭവിച്ച ഉടനെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചുപോയി. മന്ത്രവാദികളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവൻ തപ്പി നടക്കുകയാണ്. 13-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി. അധികാര തീവ്രത. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പ്രാപിച്ച ശക്തിയുടെ അധികാര തീവ്രത, ഡൈനാമിക് പവറിനകത്തുള്ള അധികാര തീവ്രതയാണ് തന്റെ പിന്നാലെ വന്നിരുന്ന വെളിച്ചപ്പാടത്തിയായ സ്ത്രീയോട് നോക്കിയിട്ട് അവളെ നോക്കിയിട്ട് അവളുടെ മേൽ വ്യാപരിക്കപ്പെട്ട ദുരാത്മാവിനെ തുരത്തുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയണം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി വെറുതെ കൈയടിക്കാനും അന്യഭാഷ പറയാനും ശരീരത്തെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടി മാത്രമല്ല. അതിനകത്ത് വിശേഷമായ 2 സംഗതികൾ. ഒറ്റയ്ക്ക് താങ്കൾ മുഴങ്കാലം അടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ ശക്തി വെളിപ്പെടണം. അതിനകത്ത് വിസ്ഫോടനാത്മകമായി സാത്താൻ പണിത് വെച്ചിരിക്കുന്ന ചില ഗോപുരങ്ങൾ ഇടിഞ്ഞു മറിയണം. സാത്താൻ പണിത് വെച്ചിരിക്കുന്ന ചില ഫൗണ്ടേഷൻ ബേസ്മെന്റുകൾ ഇളകണം. മനസ്സിലായില്ലേ? സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ചില വ്യക്തികൾ സ്വതന്ത്രമാക്കപ്പെടണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കടല് കടന്ന വിടുതൽ സംഭവിക്കും. മനസ്സിലായില്ലേ? ഈ പത്രോസിനെ തടവിലാക്കിയിരുന്ന 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും ഒക്കെ കടന്ന് ഇരുമ്പ് വാതിൽ സ്വതവേ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് ദൂതൻ ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾ പറയും. പക്ഷെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങാൻ കാരണം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം അവരിൽ വ്യാപരിക്കപ്പെട്ട ദൈവശക്തിയോടുകൂടി അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അത്ഭുതങ്ങൾ നടക്കാനിടയായി. അത് ഇന്നും ആവർത്തിക്കുമെന്ന്. അതൊരു കാലഘട്ടത്തേക്ക് മാത്രം ഉണ്ടായിരുന്ന സംഗതിയാണ്. കാലം കഴിഞ്ഞപ്പോൾ നമുക്കത് വേണ്ടാതെയായി. നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് കൊണ്ട് മാത്രം നമ്മൾ ഒതുങ്ങുകയാണ്. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലൊന്നും കാര്യമായ ഈ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? സംഗീതോപകരണങ്ങളുടെ തനതായ നിലയിലുള്ള ആവിഷ്കാരവും അവതരണവും നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് നിപുണരായിരിക്കുന്ന ഒരുപറ്റം ആളുകളാണ് അത് ചെയ്യുന്നത്. പക്ഷെ അവരിലൂടെ ദൈവശക്തിയുടെ വിസ്ഫോടനം ഉണ്ടാകണം. അതങ്ങ് ദൂരെ സംഭവിക്കണം, അകത്ത് സംഭവിക്കണം, ദൂരെയും സംഭവിക്കണം. കണ്ടില്ലേ? നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, ന്യൂയോർക്കിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ UK ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെങ്കിലും ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കോണ്ടിനെന്റുകൾ കടന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയാകും. ചില കഥകൾ തുറക്കണം, ചില വ്യക്തികൾ സ്വതന്ത്രമാകണം. കണ്ടില്ലേ? യേശു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് ഒറ്റ സമയത്ത് തന്നെ അങ്ങ് ദൂരെ ഒരു പെൺകുഞ്ഞിന് സൗഖ്യമായി. അവൾ സൗഖ്യമായ നേരം ചോദിച്ചപ്പോൾ ശതാധിപന് മനസ്സിലായി യേശു പറഞ്ഞ ആ മുഹൂർത്തത്തിൽ തന്നെ അവൾക്ക് സൗഖ്യമായി. അങ്ങനെയാണെങ്കിൽ അതിവേഗം ഓടുന്ന വചനം, അതിവേഗം ഓടുന്ന ദൈവശക്തി നമ്മുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടു വരണം. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ കാലത്തേക്ക് മാത്രമുള്ളൊരു സംഭവമായിരുന്നില്ല. പകരം ഈ കാലഘട്ടത്തിലും ആവർത്തിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പെന്തക്കോസ്തിന്റെ ശക്തിക്ക് മാറ്റങ്ങളില്ല. അത് അന്നുള്ളതുപോലെ തന്നെ ഇന്നുമുണ്ട്. പക്ഷേ അത് പ്രയോഗിക്കുവാൻ നമ്മളെ ദൈവത്തിന് ലഭിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ് തത്വം. നമ്മളെ ദൈവത്തിന് ലഭിക്കപ്പെടണം. എന്തിന്? ഇങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ ചെയ്യേണ്ടതിന്. നമ്മൾ പലപ്പോഴും ഈ പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേദികളാണ് അന്വേഷിക്കുക. അപ്പോസ്തലന്മാർ വേദികളിലല്ല ഇത് ചെയ്തത്, അവർ വീഥികളിലാണ് ഇത് ചെയ്തത്. തിരിച്ചറിയുന്നുണ്ടോ അർത്ഥം? വേദികളിൽ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ. കെട്ടിയൊരുക്കപ്പെട്ട വേദികളും ഫീഡ്ബാക്ക് ഉണ്ടോ, മ്യൂസിക് ടീമിന്റെ അകമ്പടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. പ്രസംഗനോട് ചോദിക്കുന്നുണ്ടെ അദ്ദേഹം പറയുന്നത് എത്ര പേര് കൂടുമെന്നൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ വരികയുള്ളൂ. പക്ഷേ അപ്പോസ്തലന്മാര് ചെയ്തത് വേദികളിലല്ല, അവര് വീഥികളിലായിരുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ ഇരുന്നവനെ സൗഖ്യമാക്കി അവനെ ആലയത്തിനകത്തോട്ട് പറഞ്ഞു വിടുകയായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം വീഥികളിൽ ഇത് ചെയ്യുവാൻ കഴിയും. ഒരു ശ്മശാനത്തിൽ നിന്നാണ് ലഗ്യോൻ ബാധിച്ചിരുന്നവനെ ദക്കപ്പൊലി നാട്ടിൽ ഉപദേശിയാക്കി യേശു പറഞ്ഞു. യേശുവിന്റെ പ്രവൃത്തികളെല്ലാം വീഥികളിലായി. ഒരു വിധവയുടെ മകനെ യേശു വേദിയിൽ വെച്ചല്ല ഉയർപ്പിച്ചത്, പിന്നെ സെമിത്തേരിയിലേക്കുള്ള വീഥിയിൽ വെച്ചാണ് ഉയർപ്പിക്കാനിടയായി. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാനിത് പറയുന്നതിന്റെ കാരണം, ഞാനടക്കം നമ്മളെല്ലാവരും, നിങ്ങളെ ഒരു
ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ഞാനൊരു തട്ടകത്തിൽ നിന്നല്ല ഇത് പറയുക, നമ്മൾ ഒരുമിച്ച് നിന്ന് കേൾക്കണമെന്ന്. ഞാനടക്കം നമ്മൾ ഒരുമിച്ച്, ഞാൻ നിങ്ങളോട് ഏകീഭവിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടറിയണം ഒരു കാര്യം. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് പാട്ടിന്റെ താളത്തിനൊത്ത് പ്രയോഗിക്കാൻ മാത്രമല്ല. അതിനകത്ത് രണ്ട് പ്രധാന സംഗതികളുണ്ട്. ഇത് അത്യന്ത ശക്തിയാകിയാൽ ഇതിനകത്തൊരു വിസ്ഫോടനാത്മകമായ അനുഭവമുണ്ട്. അപ്പൊ തന്നെ ഇതിനകത്തൊരു അധികാര തീവ്രതയുണ്ട്. പിശാചിനോട് അടങ്ങെന്ന് പറയാൻ, ഇറങ്ങ, എടുക്കുന്നതിന്റെ തന്ത്രം, എടുക്കുന്നതിന്റെ രോഗബന്ധനങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥ. തുറന്നു വരിക, തലീഥ ഭൂമി, എഴുന്നേറ്റു വരിക എന്നൊക്കെ പറയാൻ കഴിയുന്ന ആ തീവ്രത കർത്താവ് നമുക്ക് അധികാരവും തരുന്നുണ്ട്. ഈ ശക്തിയും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ ശക്തി പ്രാപിക്കാതെ നിങ്ങൾ പോകരുതെന്ന് പറയുന്നത് ഇതിനകത്തുള്ള അധികാര തീവ്രതയും ഇതിനകത്തുള്ള വിസ്ഫോടനാത്മകമായ അനുഭവവും കൂടെ പ്രാപിച്ചെടുത്തുകൊണ്ട് വേണം നിങ്ങൾ പോകാൻ എന്ന് യേശു പറയുന്നതിന്റെ കാരണം, അടിസ്ഥാന കാരണം ഇത് തന്നെ. ഓക്കെ, അപ്പൊ അത്യന്ത ശക്തിയുടെ വല്ലഭത്വമാണ് ഈ ശുശ്രൂഷയിൽ നമുക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്നറിയണം. സെമിനാരിയുടെ വമ്പത്തരങ്ങളും നമ്മുടെ ഓർമ്മശക്തിയും നമ്മുടെ ഭാഷാ പാണ്ഡിത്യവും നമ്മുടെ മറ്റു തരമായ ഘടകങ്ങളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ പ്രചോദനം, ശുശ്രൂഷയിലെ ഏറ്റവും വലിയ ഫലദായകമായ അവസ്ഥ, ഫലപ്രദമാക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായും അത്യന്ത ശക്തി തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് ദൈവത്തിന്റെ ദാനം. ആരും റിസ്ക് എടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല. വിശുദ്ധ ജീവിതം സൂക്ഷിക്കുന്ന ഏതു വ്യക്തിക്കും ദൈവം ദാനമായി നൽകുന്ന സംഗതി ദൈവത്തിന്റെ ദാനമാണ്. ഇതെവിടെ പകർന്നിരിക്കുന്നത്? ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ, ഇൻ ദ പോട്ട്, പാത്രങ്ങളിൽ. ആത്മവ്യാപാരത്തിന് 3 തലങ്ങളുണ്ടെന്ന് പഠിച്ചോണം. ആത്മവ്യാപാരത്തിന് 3 തലങ്ങളാണ്. ഒന്ന്, നമ്മുടെ മേൽ വ്യാപരിക്കുക. 2, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക. 3, നമ്മുടെ ഒക്കെ ഇടയിൽ വ്യാപരിക്കുക. അങ്ങനെ 3 വ്യാപാരം. 1, അപ്പോൺ അസ്. 2, ഇൻ അസ്. 3, എമോങ് അസ് എന്ന 3 പ്രയോഗങ്ങളുണ്ട്. ഓക്കെ, ആത്മവ്യാപാരത്തിന്റെ ഈ 3 തലങ്ങളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. പഴയ നിയമ ഭക്തഗണങ്ങളിലെല്ലാം കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവം അതാത് സമയങ്ങളിൽ അവരുടെ മേൽ ആത്മാവിനെ അയക്കുകയായി. മേൽ, നമുക്കറിയാം, ശൗലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവൻ പ്രവചിച്ചു. ദാവീദിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവൻ പട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യും. അത് മാത്രമല്ല, ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവൻ സിംഹത്തെ കീറി, കുറുക്കന്മാരെ പിടിച്ചു, ഫെലിസ്ത്യ മല്ലന്മാരെ നിഗ്രഹിച്ചു, പട്ടണത്തിന്റെ പ്രധാന കവാടം പറിച്ചെടുത്ത്, ഓടാമ്പലോടുകൂടി അവൻ പറിച്ചെടുത്ത് അക്കരെ മലയെ കൊണ്ട് നാട്ടി. ഇതൊക്കെ ദൈവ ആത്മാവ് മേൽ വന്നപ്പോഴാണ്. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ശവക്കൂനകൾ തീർത്ത ശിംശോന്റെ അതിസാഹസികമായ പ്രവർത്തികൾ അപ്പന്യ ഗുണവും അമ്മ ചുരത്തിയ മുലപ്പാലിന്റെ മഹത്വമൊന്നുമല്ല. പിന്നെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ സംഭവിച്ചാണ്. ആത്മാവ് മേൽ വന്നപ്പോഴാണ്. ആർക്കും ഭയമായിരുന്നു ശിംശോൻ എന്ന് പറയുന്നത്. അതിസാഹസികമാണ്. ഹീമാൻ, ഹൈമാൻ, സ്പൈഡർമാൻ, സൂപ്പർമാൻ എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കോമിക്കിൽ വായിക്കുന്നത് പോലെ അന്നത്തെ കാലത്തെ ആളുകൾ ഈ ഹീമാനെ നേരിട്ട് കാണുകയാണ്. അവന്റെ അനിതര സാധാരണമായ പ്രവർത്തി. അപ്പൊ ഈ ആത്മാവ് മേൽ വന്നതുകൊണ്ട് അതെല്ലാം സംഭവിച്ചത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് മേൽ വരണമെന്നുള്ളതല്ല വചനം. പകരം ആത്മാവ് അകത്തു വരണമെന്ന്. ആത്മാവ് ഉള്ളിൽ വ്യാപരിക്കണം. നോട്ട് അപ്പോൺ അസ് ബട്ട് ഇൻ അസ്. അതാണ് തത്വം. എഗസ്കേൽ 36:27 വാക്യം. അതാണ് അതിന്റെ പ്രവചനം. ആത്മാവ് മേൽ എന്നുള്ളത് മാറ്റി ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും എന്ന പ്രവചനം എഗസ്കേൽ 36:27 വാക്യം. വാക്യം പരിചയമാണല്ലോ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഗംഭീരമാണ് ആ വാക്യം. പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും ആ വാക്യത്തെ ആഴത്തിൽ അപഗ്രഥിക്കും. ആ വാക്യത്തിന്റെ പൊരുളും അതിൻ്റെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ആ വാക്യത്തിന്, ഓരോ വാക്യത്തിനകത്തും അടക്കം ചെയ്തിരിക്കുന്ന, വ്യാപരിക്കുന്ന ഓരോ ആത്മാവും ദൈവശാസ്ത്ര സമ്പന്നമായ ഒരു ആത്മാ. അതിനെ നമ്മൾ അകത്താക്കണം. അപ്പോഴേ വാക്യം നമുക്ക് ഹൃദ്യമാകത്തുള്ളൂ. ആ വാക്യം നമ്മളോട് പ്രസ്താവിക്കുന്നത് എന്താണെന്നൊരു സന്ദേശമുണ്ട്.
ആ വാക്യത്തിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എഗസ്കേൽ 36:27 ദൈവാത്മാവ് പറയുന്നത്, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. യഹോവയായ ദൈവം പറയും, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതുവരെ മേളിലായിരുന്നു തന്നെ, ഈ പുറത്തൊരാവരണം എന്ന പോലെ. എഗസ്കേല്, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, യെശയ്യാവ് അടക്കമുള്ള സകല പ്രവചനം. എഗസ്കേൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു, എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി, എന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ആത്മാവ് മേൽ വന്നപ്പോൾ അതേ എഗസ്കേലിനെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്, ഇനി എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കും. അപ്പൊ മേൽ വന്ന പല പുള്ളികൾക്കും ചട്ടം തെറ്റിപ്പോയി എന്നുള്ളത് അവിടെ പ്രസ്താവ്യമാണ്. അത് മനസ്സിലായല്ലോ. നിങ്ങൾ ചട്ടപ്രകാരം നടക്കണമെങ്കിൽ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. മേൽ തന്ന പോരെ. ദാവീദിന്റെ മേൽ ഇത് കൊടുത്തു, പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു, ഭയങ്കര ആരാധന, പഞ്ഞുനൂലങ്കി കൊണ്ടൊക്കെയുള്ള ഭയങ്കര ആരാധന. ഭാര്യയ്ക്ക് പോലും എത്രയും കൊണ്ട് പിടിച്ചില്ല. ഇസ്രായേൽ കന്യകമാരുടെ മുമ്പിൽ ഇവൻ ഇങ്ങനെ തന്നെ അനാവൃതനാക്കുന്ന എത്ര ലജ്ജാകരമെന്ന് പറഞ്ഞ് അവള് വല്ലാതെ മുഖം വീർപ്പിക്കുന്ന നമുക്കറിയാം, സംഭവം അറിയാലോ. ഓക്കെ, അവിടെ മുൻപിൽ അവൻ പറയുന്നുണ്ട്, ഇതിനേക്കാൾ അധികം ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പാകെ നൃത്തം ചെയ്യും, കാരണം നിന്റെ അപ്പനേക്കാൾ അധികം എന്നെ മാനിച്ച ഒരു ദൈവമുണ്ട്. അത്രമാത്രം ആത്മശക്തി മേൽ വന്നവൻ ദൈവത്തെ ആരാധിച്ച. പക്ഷെ അധികം വൈകാതെ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം, അതേ ദാവീദ് തന്നെയാണ് സന്ധ്യാകാറായ നേരത്ത് കിളിവാതിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ മതിമറന്നു പോയിട്ട് അനാത്മീയമായ പ്രവണതയിലേക്ക് ഏർപ്പെടാനിടയായതും. പിന്നെ 51-ാം സങ്കീർത്തനം ഹൃദയത്തിന്റെ ഭാഷയിൽ രക്തം കൊണ്ടെഴുതിയതുപോലെ തുറന്ന ഒരു ഏറ്റുപറച്ചിൽ, ഒരു കുമ്പസാരം നടത്തേണ്ടി വന്നത്. ആത്മാവ് മേൽ വന്നവൻ ചെയ്തു കൂട്ടിയ കാര്യമാണ്. ആരാധനയ്ക്ക് മുമ്പല്ലത്, ആരാധനയ്ക്ക് ശേഷമാണത് ചെയ്തത്. ഓർത്തോണം. ശൗലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു, അവൻ പ്രവചിച്ചു എന്ന് വായിക്കുന്നു 10:10 1 ശമൂവേൽ. ശൗലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. പക്ഷെ ആ ശൗലാണ് ദാവീദിന് നേരെ കുന്തമെറിയുന്നത്, ദാവീദിനോട് കണ്ണുകടിയുള്ളവനായി മാറുന്നത്. ആ ശൗലിനെയാണ് യഹോവ കൊന്നുകളഞ്ഞത്. ഉണ്ടല്ലേ? 1 ദിനവൃത്താന്തം 10:13 വാക്യത്തിൽ വായിക്കുന്നു, അവനെ കൊന്നു. ആരാ? യഹോവ ശൗലിനെ കൊന്നുകളഞ്ഞു. ഗിൽബോവ പർവ്വതത്തിന് മുകളിൽ ഗിൽബോവ പർവ്വതത്തിന്റെ നെറുകയിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഈ ആത്മാവ് മേൽ വന്നവൻ ഉണ്ടായി. മറന്നുപോകരുത്. അപ്പൊ ആത്മാവ് മേൽ വന്ന ദാവീദ് പാപം ചെയ്തു, ആത്മാവ് മേൽ വന്ന ശൗല് അതിക്രമം ചെയ്തു, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചു. കണ്ടില്ലേ? ഒത്തിരി ദോഷങ്ങൾ ശൗല് ചെയ്തു. ശൗലിനെ യഹോവ സിംഹാസനത്തിൽ നിന്ന് പറിച്ചു കളയുന്നു. ഭയങ്കരമാണ്. ശൗലിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 2 കാര്യം നിങ്ങൾ പഠിച്ചോണം. നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ സ്വീകാര്യമാകും. ശൗലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദ സെലക്ഷൻ ഓഫ് സോൾ എന്ന് പറയുന്ന ഒരു തത്വം, ഒരു ഭാഗമുണ്ട്. ദ സെലക്ഷൻ ഓഫ് സോൾ. ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് ജനം ചോദിച്ചപ്പോൾ ദൈവം തന്നെ അവർക്ക് രാജാവിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതാണ് കീശിന്റെ മകൻ ശൗൽ. ദ സെലക്ഷൻ ഓഫ് സോൾ. കഴുതെ തേടി വന്നവനെയാണ് രാജാവാക്കിയത് ദൈവം. ബെന്യാമിൻ ഗോത്രത്തിന്റെ ഏറ്റവും ഇളയ ഗോത്രത്തിൽ നിന്നാണ്. സെലക്ഷൻ ഓഫ് സോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടത് ദ റിജക്ഷൻ ഓഫ് സോൾ. റിജക്ഷൻ ആണ്. ശൗലിനെ ദൈവം റിജക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു? 1 ദിനവൃത്താന്തം 1 Chronicles chapter 10:13 പഠിക്കുമ്പോൾ 3 കാര്യം അവിടെ പറയുന്നു. ദൈവത്തോട് ചെയ്ത അതിക്രമം ഹേതുവായിട്ട്, ദൈവത്തിന്റെ വചനം അനുസരിക്കായികയാൽ, വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കേണ്ടി വന്നതിനാൽ ശൗൽ മരിക്കേണ്ടി വന്നു എന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 11-ാം വാക്യത്തിൽ പറയുന്നു അവനെ കൊന്നുകളഞ്ഞു. സ്വന്തം വാളിലേക്ക് വീണാണ് ശൗൽ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ റിപ്പോർട്ട് വരുന്നത് ദൈവം കൊന്നുകളഞ്ഞു, ദൈവം അവനെ കൈവിട്ടു. അപ്പൊ പിന്നെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉചിതമല്ലാത്ത ചെയ്യാൻ അവൻ അതിന് പ്രേരിതനായി മാറുകയാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, ഈ മേൽ മാത്രം പ്രാപിച്ച കാര്യം നടക്കത്തില്ല. ഇനി മറ്റൊരു താരം, മുമ്പേ ഞാൻ പറഞ്ഞ ഹൈമാൻ, സൂപ്പർമാൻ ആരാണ്? ഈ ശിംശോൻ. 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് ചേർത്ത് വെച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചോട്ടെ, നിങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ട് കുറുക്കനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാഴ്ചബംഗ്ലാവിലല്ലാതെ. നമ്മുടെ വീട്ടിലും പറമ്പതിലും മുറ്റത്തും ഒക്കെ വന്ന് നിന്ന് കൂകി, രാത്രി നമ്മളെ കൂകി വെളുപ്പിച്ച് കളിയാക്കിയിട്ട് പോകുന്ന കുറുക്കന്മാരെ ടോർച്ചടിച്ചാൽ പോലും കാണുന്നില്ല. മനസ്സിലായില്ലേ? അതുപോലെ വിദഗ്ധമായി ഒളിഞ്ഞു മറയാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഈ കുറുക്കൻ. അങ്ങനെയുള്ള ജീവിയെ 1ഉം 2ഉം അല്ല 300 എണ്ണത്തെ പിടിച്ചു എന്നാണ് പറയുന്നത്. അത് ആത്മാവിന്റെ മേൽ വന്നപ്പോഴേ ചെയ്ത കാര്യമാണ്. പക്ഷെ ഈ ശിംശോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം 16:19. മറന്നുപോകരുത് ഒരിക്കലും ആ വാക്യം. ന്യായാധിപന്മാർ 16:19 പറയുന്നു,
അങ്ങനെ അവൾ അവനെ ഒതുക്കി തുടങ്ങി. ഓ, ആ വാക്യം വേദപുസ്തകത്തിൽ എഴുതാതെ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഈ ഇത്രമാത്രം പ്രശസ്തനായ ഗംഭീര താരമായി നിന്ന ശിംശോനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഇല്ലാതിരുന്നെങ്കിൽ 16:19 അതിന്റെ അവസാന ഭാഗം നോക്കിക്കേ. അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവന്റെ ശക്തി അവനെ വിട്ടുപോയി. മേൽ വ്യാപരിച്ച ശക്തി അവനെ വിട്ടുപോയി. അവൾ അവനെ ഒതുക്കി തുടങ്ങി. എത്ര ദയനീയമാണ് ആ വസ്തുത, ആ റിപ്പോർട്ട് എത്ര ദയനീയമോ. അവളെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആളുകൾ വന്നു, ശക്തി വിട്ടുപോയി ഇവനെ പിടിച്ചു കെട്ടി, കണ്ണു കുത്തി പൊട്ടിച്ച് ചങ്ങലയിട്ട് നടത്തിക്കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്ര കവാടത്തിൽ അവനെ ഒരു കുട്ടിക്കുരങ്ങനെ പോലെ വെച്ചിരിക്കുന്ന അവസ്ഥ എത്ര ദയനീയമാണ്, എത്ര പരിതാപകരമായ അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആത്മാവ് മേൽ മാത്രം വ്യാപരിച്ചാൽ ഈ ഗതികേടാണ് സംഭവിക്കുന്നത്. നാസിർ വ്രതൻ ആയിരുന്നു അവൻ, നാസിർ വ്രതസ്ഥൻ, അലംഘനീയ പ്രമാണമുള്ളവൻ. പക്ഷെ അവൻ വ്രതം തെറ്റിച്ചു. അതാണ് ചട്ടം തെറ്റിച്ചു എന്ന് പറയുന്നത്. ശൗല് ചട്ടം തെറ്റിച്ചില്ലേ? വെളിച്ചപ്പാടത്തിയോട് ആലോചനയോ ശമൂവേൽ ശമൂവേൽ ഉണ്ടായിരുന്ന കാലത്തെ യഹോവയുടെ ആത്മാ ആലോചന ശമൂവേല കൊടുത്തിരുന്നു. അവൻ തന്നെ മന്ത്രവാദികളെയും ശമനവാദികളെയും ദേശത്തു നിന്ന് നീക്കം ചെയ്തിട്ട് ഒടുവിൽ അവനൊരു പ്രശ്നം വന്നപ്പോൾ ദൈവം ഊറിയുമോ കൊണ്ടോ തുമ്മിയുമോ കൊണ്ടോ ആലോചന കൊടുക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോ വെളിച്ചപ്പാടത്തിന്റെ അരികിലേക്ക് ചെല്ലേണ്ടി വന്നു. മനസ്സിലായില്ലേ? ദാവീദ് യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ആരാധിച്ചവൻ ജഡത്തിന്റെ മോഹത്തിന് മുമ്പിൽ വീണു പോകുന്നു. അപ്പൊ ആത്മാവ് മേൽ മാത്രം പ്രാപിച്ചാൽ പോരാ. അങ്ങനെ മേൽ പ്രാപിച്ച ആത്മാവ് ഇവരെല്ലാവരും കൊണ്ടുവന്ന് വഴിയെ കളഞ്ഞപ്പോ യെഹെസ്കേൽ പ്രവചനത്തോട് നമുക്ക് തരികയാണ്, ഇനി എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നടക്കൂ. ഈ ആത്മാവ് പ്രാപിച്ചവന്റെ ചാട്ടമല്ല ദൈവത്തിന് വേണ്ടുന്നത്, ആത്മാവ് പ്രാപിച്ചവൻ ചട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടത്. നമ്മുടെ ആരാധന ഭയങ്കര ഉണർവായിരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര പേര് ചാടി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ ആളുകളെല്ലാം കൂടെ ഒറ്റനിപ്പ് നിൽക്കുകയായിരുന്നെങ്കിൽ വലിയ ഉണർവില്ലായിരുന്നു. പക്ഷേ എല്ലാവരും മതിമറന്ന് അങ്ങോട്ടിങ്ങോട്ടും കിടന്ന് ചാടുകയായിരുന്നെങ്കിൽ ഭയങ്കര ഉണർവായിരുന്നു നമ്മൾ പറയുന്നത്. എന്നുവെച്ചാൽ ചാട്ടമല്ല ദൈവത്തിന് ആവശ്യം, ചട്ടമാണ്. ദാവീദ് ചാടിയതാണല്ലോ ഒത്തിരി. മീകളിന് പോലും നീരസം ഉണ്ടാകത്തക്ക നില ഭയങ്കര ചാട്ടം ചാടിയതാണ്. പക്ഷെ ചാടിയവൻ അധികം വൈകാതെ കാട്ടിക്കൂട്ടി വിക്രിയ നമുക്കറിയാം. അപ്പൊ ചാട്ടമല്ല ദൈവത്തിന് വിഷയം, ചട്ടമാണ്. ചട്ടം ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് ചാടരുതെന്നൊന്നും ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല. ആത്മാവ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവ് വന്നിട്ട് പരിജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു, ഓടുകയോ ചാടുകയോ ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ആത്മാവിലെ സ്വാതന്ത്ര്യം അനുഭവിച്ചു. പക്ഷേ ചട്ടം തെറ്റിപ്പോകരുത്. ജീവിതത്തിൽ സാമ്പത്തികത്തിന്റെ ചട്ടം, ദാമ്പത്തികത്തിന്റെ ചട്ടം, സാമൂഹ്യ വ്യവസ്ഥതയുടെ ചട്ടം, സഭയുടെ ചട്ടം, വ്യക്തിപരമായ ജീവിതത്തിന്റെ ചട്ടങ്ങളൊന്നും തെറ്റരുത്. രാത്രിയിലും പകലിലും സുതാര്യതയുടെ അനുഭവം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ആത്മാവകത്വം പ്രാപിച്ചവന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. പഴയ നിയമത്തിലെ വാക്യങ്ങൾ ഞാൻ 1, 2, 3, 4 പറയും, പടപടപടാന്ന് എഴുതിക്കൂ. ആത്മാവ് ഉള്ളിലാണ് വേണ്ടുന്നത്. അതിന് പഴയ നിയമം പറയുന്ന വാക്യമാണ് യെഹെസ്കേൽ 36:17. അത് പുതിയ നിയമത്തിൽ നിവർത്തിക്കപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, ഉണ്ടോ, അവന്റെ ഉള്ളിൽ നിന്ന്, മേളിൽ നിന്നല്ല, പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്ന്. 7:37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഉള്ളിലാകണം ഇത്. രണ്ടാമത്തെ വാക്യം റോമാലേഖനം 8:11. റോമർ 8:11. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ, ഉണ്ടോ, ഇൻ യു എന്ന പ്രയോഗമാണ്. നിങ്ങളിൽ വസിക്കണം. നിങ്ങളുടെ മേൽ വസിച്ചാൽ പോരാ, നിങ്ങളിൽ. അടുത്ത വാക്യമാണ് 2 കൊരിന്ത്യർ 4:7. നമ്മുടെ കുറിവാക്യം, നമ്മുടെ പാഠ്യഭാഗം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടത് ഇത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ, ഈ വെസലിൽ തന്നിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വാക്യം 2 തിമോത്തിയോസ് 1:14. 2 തിമോത്തിയോസ്, 2 തിമോത്തി ചാപ്റ്റർ 1:14. അവിടെ പറയുന്നത് എന്താണ്? നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മിൽ അധിവസിക്കണം ആത്മാവ്. ഓക്കെ, അടുത്ത വേറൊരു വാക്യം 1 യോഹന്നാൻ 1:27. 1 യോഹന്നാൻ 1:27. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ, ഇൻ യു എന്ന പ്രയോഗം, നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ എല്ലായിടത്തും നമുക്ക് ആത്മാവ് അകത്ത് വേണമെന്നുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും. ആത്മാവ് മേലല്ല, അത് പഴയ നിയമകാലത്ത്.
ആത്മാവ് നമ്മുടെ ഉള്ളിൽ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക്, ചിന്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഒരു വാക്യം ഇപ്പോൾ വന്നു കാണും. വന്നോന്ന് എനിക്കറിയില്ല, ഞാൻ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കാത്തിരുന്ന് 120 പേരുടെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കും, അല്ലേ? അങ്ങനെ സംഭവം. അങ്ങനെ ചിന്തിച്ചായിരുന്നോ? ചിന്തിക്കണം. ഈ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അത് മൊത്തം അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ വേണ്ടി ഇരിക്കരുത്. ഇതിന്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കണം, എങ്കിലേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ആത്മാവ് മേൽ വരിക എന്നുള്ളത് പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ദൈവദാസനെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാത്തിരുന്ന 120 പേരുടെ മേലാണല്ലോ വന്നത്. അപ്പൊ മേൽ വരാൻ പാടില്ലെന്നാണല്ലോ നമ്മൾ കേട്ടത് എന്നൊരു ചിന്ത ഉണ്ടാകാം. വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അപ്പൊ സെഹ്യോൻ മാളികമുറിയിൽ മേൽ അല്ലേ വന്നത്? അവിടെ മാത്രം വായിച്ച് നിർത്തരുത്. താഴോട്ട് വായിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. കണ്ടോ? മേൽ വന്ന ആത്മാവ് അവരിൽ നിറഞ്ഞു. അപ്പൊ ആദ്യം ഇത് മേൽ വരട്ടെ, കുഴപ്പമില്ല. പഴയ നിയമത്തിലെ എല്ലാ പുള്ളികൾക്കും ഇത് മേൽ വന്നിട്ട് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ലോഞ്ച് ചെയ്ത സമയത്ത് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതാണല്ലോ പ്രത്യക്ഷമായ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനം, ഇറങ്ങി വരവ്, അവരോഹണം. അത് നടന്ന സമയത്ത് ആദ്യം ഇവരുടെ മേൽ വന്നു. ഓക്കെ, മേൽ വന്ന ആത്മാവ് അവരിൽ നിറഞ്ഞു, അവരുടെ ഉള്ളിൽ നിറഞ്ഞു. എന്നിട്ട് അതിന്റെ ആരംഭവാക്യത്തിൽ പറയുന്നത് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പൊ നോക്കി, ആ 3 ഘട്ടവും നോക്കി, 3 അവസ്ഥയെ നോക്കി. 1 മേൽ, അപ്പോൺ ദം. 2 ഇൻ ദം. 3 എമോങ് ദം. അതാണല്ലോ വീട് മുഴുവനും നിറച്ചു എന്ന് പറയുന്നത്. ആ വീട്ടിൽ 120 പേരിരിക്കുകയാണ്. അവരുടെ മേൽ വന്ന ആത്മാവ് അവരിൽ നിറഞ്ഞിട്ട് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചെങ്കിൽ അവരെല്ലാവരും ആ ആത്മനദിക്കകത്തായി. അപ്പം ഓരോ അന്നമാമയുടെയും ചിന്നമാമയുടെ ഇടയിൽ ആത്മാവ്, തങ്കച്ചാന്റെയും പാപ്പച്ചാന്റെ ഇടയിൽ ആത്മാവ്, പൊടിയച്ചാന്റെയും കറിയാച്ചാന്റെ ഇടയിൽ ആത്മാവ്. കണ്ടോ? അമ്മയുടെയും മകളുടെ ഇടയിൽ ആത്മാവ്, അപ്പന്റെ മകന്റെ ഇടയിൽ ആത്മാവ്, അമ്മാവി അമ്മയുടെ മരുമകളുടെ ഇടയിൽ ആത്മാവ്, നാത്തൂന്റെ ഇടയിൽ ആത്മാവ്. ആത്മാവ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കീർപ്പും വാശിയും പാകയും പിണക്കോ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും? 2 പാസ്റ്റർമാർ തമ്മിൽ പാര വയ്ക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, 2 പേരുടെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി. അളിയനും കൂടെ തമ്മിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഈ 2 അളിയന്മാരുടെ ഇടയിൽ ആത്മാവ് വസിച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധി ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ മേൽ വന്ന ആത്മാവ് നമ്മിൽ നിറയണം. നമ്മിൽ നിറഞ്ഞ ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കണം. ഈ ആത്മാവ് മേൽ വന്നു എന്നുള്ളതിന് വാക്യങ്ങൾ നമ്മൾ കണ്ടു പഴയ നിയമത്തിൽ. ആത്മാവ് ഉള്ളിൽ വേണമെന്നുള്ളതിന് വാക്യം നമ്മൾ കണ്ടു. ആത്മാവ് നമ്മുടെ ഇടയിൽ എന്നുള്ളതിന് വാക്യം ഉള്ളതായിട്ട് അറിയാമോ? നമുക്കൊരു വാക്യം നോക്കാം. പഴയ നിയമത്തിലേക്ക് വരണം. ഹഗ്ഗായി പ്രവചനം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഹഗ്ഗായി 2:5. ഹഗ്ഗായി ഒക്കെ എവിടെ താമസിക്കുന്നതെന്ന് അറിയാമോ? ഹഗ്ഗായിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി, ആ ലൈൻ അറിയാവുന്ന എത്ര പേരുണ്ട്? പെട്ടെന്ന് എടുത്തേ. ഹഗ്ഗായി 2:5-ാം വാക്യം. ബൈബിൾ സൊസൈറ്റി ഗിൽറ്റിട്ടപ്പോൾ ഒട്ടിയിരിക്കുന്ന പേപ്പർ ഇതുവരെ ഇളകിയിട്ടേ ഇല്ല. പല വേദോത്സവത്തിലും ഹഗ്ഗായിക്ക് ശ്വാസം മുട്ടിയിരിക്കുകയാണ്, വെളിച്ചം കണ്ടിട്ടില്ലായിരിക്കും. ഒന്നെടുത്തേരെ ഹഗ്ഗായി ഒന്ന് തുറന്നു വയ്ക്ക്. സന്ധ്യാപ്രകാശം അതിനകത്തോട്ടൊന്ന് പോട്ടെ. 2:5-ാം വാക്യം. എന്റെ വെളിപ്പാട് പുസ്തകം കഴിഞ്ഞ് പിന്നെയും തപ്പുക ചിലര്. ഹഗ്ഗായി 2:5 കിട്ടിയോ? അമേരിക്കയിലെ വേദോത്സവത്തിന് ഹഗ്ഗായി 2:5 ഇല്ലേ? അവിടെ വായിക്കുന്ന എങ്ങനെയാ? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. അത്ര സുഖവാക്യം. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ, among you. മേൽ വരണം ഈ ആത്മാവ്, എന്നിട്ടത് നമ്മുടെ ഉള്ളിൽ നിറയണം, എന്നിട്ടത് നമ്മുടെ ഇടയിൽ വ്യാപരിക്കും. മേൽ വരുമ്പോൾ നമുക്ക് അനിതര സാധാരണമായ ചില പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഞാൻ ഇനി പറയുന്ന വാചകം. മേൽ വന്നാൽ അനിതര സാധാരണമായ ചില പ്രവൃത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ആരുടെയും കയ്യിൽ ഒതുങ്ങിപ്പോകത്തില്ല. മണ്ണിനൊതുക്കാനും പെണ്ണിനൊതുക്കാനും ആണിനൊതുക്കാനും കഴിയില്ല. ഒരു കസേരയ്ക്ക് നമ്മളെ ഒതുക്കാൻ പറ്റും, ഒരു ശക്തിക്ക് നമ്മളെ ഒതുക്കാൻ പറ്റില്ല. അകത്താത്മാവുള്ളവന്. മേലാത്മാവ് വന്നവൻ കിളിവാതിലോട് നോക്കിയപ്പോ കണ്ട ഒരു സീൻ അവനെ ആകപ്പാടെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു.
തിമ്നയിലെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ, ദലീല എന്ന സ്ത്രീയെ, മറ്റൊരു സ്ത്രീയെ കണ്ടപ്പോൾ ശിംശോന്റെ മേലെ ആത്മാവ് അവന് വിട്ടുപോകേണ്ടി വന്നു. പക്ഷെ ആത്മശക്തി അകത്തുള്ളവനെ ഒതുക്കാൻ ആർക്കും പറ്റില്ല. ആത്മശക്തി അകത്ത് വ്യാപരിപ്പിക്കണം. ഇനി അകത്ത് മാത്രം പോരാ, അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തി നമ്മിൽ നിറഞ്ഞിട്ട് അത് മറ്റുള്ളവരുടെ ഇടയിലുള്ള ബന്ധമായിട്ട് വരണം. അതാണ് ആത്മാവിൽ ബന്ധം സൂക്ഷിക്കുക എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലും നമ്മുടെ ഉള്ളിൽ ആത്മാവുള്ളതുപോലെ വേറൊരു വ്യക്തിയുടെ ഉള്ളിലും ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ ബന്ധത്തിലാകണം നമ്മൾ ഇടപെടുന്നത്. അപ്പം ക്രുദ്ധിച്ച് സംസാരിക്കുവാൻ, കടിച്ചു കീറുവാൻ ഒന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങളിങ്ങനെ കടിച്ചു കീറുന്നത് എന്തെന്ന് 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഗലാത്യലേഖനത്തിൽ പൗലോസ് ചോദിക്കും. നിങ്ങളിങ്ങനെ പരസ്പരം കടിക്കുകയും കീറുകയും ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വൈരുദ്ധ്യതകൾ ഭയങ്കരമാണ് ആത്മീയ തലത്തിൽ. പരസ്പരം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇടയിൽ ആത്മാവില്ലാത്തതാണ് കുഴപ്പം. ഉണ്ട് ആത്മാവ്, ദൈവാത്മാവല്ല. പകയുടെയും പിണക്കത്തിന്റെയും ദുരാത്മാവ് വ്യാപരിക്കുകയും പാടില്ല. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, സഭയുടെ സുതാര്യമായ അനുഭവം എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും ഇടയിൽ ആത്മാവസിക്കണം, വിശ്വാസികളുടെ ഇടയിൽ ആത്മാവസിക്കണം, അസോസിയേറ്റ്സ് പാസ്റ്റേഴ്സിന്റെ ഇടയിൽ അപ്പൊ ഈഗോ വ്യാപരിക്കത്തില്ല. അതാണ് എന്റെ കാര്യം. ഈഗോ വ്യാപരിക്കാതെ പരസ്പരമുള്ള ബന്ധം സുതാര്യമാക്കാൻ, സുസ്ഥിരമാക്കാൻ, സുദൃഢമാക്കാൻ, സുഗമമാക്കാൻ നമുക്ക് കഴിയും. ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിച്ചാൽ മതി. അനുഗ്രഹീതമായ. അപ്പം നമുക്ക് മടങ്ങി വരാം. ഈ ആത്മശക്തിയാണ് നമ്മളെ ശുശ്രൂഷയിൽ മുൻപോട്ട് നയിക്കുന്നത്. ഇതാർക്കാ കിട്ടുക? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. എഫെസ്യ ലേഖനം 1:19 വായിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ആത്മശക്തി. ഇത് നാം പ്രാപിച്ചെടുക്കണം. നമ്മളെ ആരും ഒതുക്കിക്കളയരുത്. നമ്മൾ ഒന്നിനും ഒതുങ്ങിപ്പോകരുത്. വല്ലാത്ത പ്രതിസന്ധികളുടെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒന്നിനാലും ഒതുങ്ങിപ്പോകാതെ കരുത്തോടെ നിൽക്കാൻ കഴിയണം. പൗലോസ് പറയുന്നു, എന്നെ ഏൽപ്പിച്ചത് സുതാര്യമായൊരു ശുശ്രൂഷയാണ്. എന്റെ കഴിവ് കണ്ടിട്ടല്ല, ദൈവത്തിന് എന്നോട് കരുണ തോന്നിയിട്ട് ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ എല്ലായിടങ്ങളിലും നിർവഹിക്കുവാൻ എനിക്ക് പ്രചോദനമാകുന്നത് എന്റെ കഴിവോ പ്രാപ്തിയോ അല്ല. പകരം ഞാൻ സാമ്പത്തികമായി ശേഷിയുള്ളയാൾ, പക്ഷെ അതൊന്നുമല്ല എന്നെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ നിർബന്ധിക്കുന്നത്. പകരം എനിക്ക് പ്രചോദനം ഈ ദൈവശക്തിയാണ്. അധികാര തീവ്രതയുള്ള, വിസ്ഫോടന ശേഷിയുള്ള ഈ ശക്തിയെ പ്രാപിച്ചെടുത്തുകൊണ്ട് കരുത്തോടെ നമുക്ക് മുന്നേറാം. 4-ാം അധ്യായത്തിൽ ഇനിയും 2 കാര്യങ്ങളോട് നമ്മൾ ചിന്തിക്കണം. 1, ശുശ്രൂഷയിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയും, 2, ശുശ്രൂഷയിലെ പ്രത്യാശയും. ഈ 2 കാര്യങ്ങളോട് പഠിക്കുമ്പോൾ 4-ൽ നിന്ന് 5-ലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ച ഇടവേള നമുക്കുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ വഹിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ഞങ്ങളുടെ ചർച്ചിലും ഉപവാസ പ്രാർത്ഥനകളായിരുന്നു. ആ സമയത്ത് ക്ലാസ് എടുക്കുന്ന എല്ലായിടത്തുമുള്ള ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ വഹിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് കൃപയുടെ കവചത്തിൽ സുരക്ഷിതമായി നിങ്ങളെ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.